ഏകദേശം 15 മാസത്തോളം നീണ്ടുനിന്ന് സുഡാനിലെ വാർ. ഒരു ഭാഗത്ത് സുഡാനീസ് ആർമി, ഇപ്പുറത്ത് സുഡാനി പാരാമിലിറ്ററി ഫോഴ്സ്. പാരാമിലിറ്ററി ഫോഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ RSF, റാപ്പിഡ് സെക്യൂരിറ്റി ഫോഴ്സ്. അവർ തമ്മിൽ 15 മാസം നിന്ന അടിയിൽ ഏകദേശം 1.5 ലക്ഷം പേരാണ് കൊല്ലപ്പെട്ടത്. ബോംബിംഗ്, വെടിവെച്ച് കൊല്ലുക, സ്റ്റാർവേഷൻ, അതായത് എക്സാക്റ്റ് ആയിട്ട് ജനസൈഡ്. അപ്പൊ ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ ഹമാസിന്റെ ആരാധകർ ഒരു പ്രാർത്ഥന പോലും, ഒരു ദുആ നടത്തിയില്ല. 2 സുന്നി വിഭാഗക്കാരെ അടിച്ചു പോയത്. അപ്പം ഈ ടോപ്പിക്ക് ഞാൻ ഈ പറയുമ്പോൾ കേരളത്തിലുള്ള ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ മനസ്സിലാക്കണം, എവിടെയാണ് ഈ രാജ്യത്തിന് തെറ്റിയത്. ഒരു ബ്രീഫ് ഹിസ്റ്ററിയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനും പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടും. ഇപ്പം ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് സുഡാന്റെ തലസ്ഥാനമായ ഖട്ടം അത് അവിടുത്തെ ആർമി തിരിച്ചു പിടിച്ചു. അവിടുത്തെ പാലസും എയർപോർട്ടും മറ്റുള്ള പ്രധാനപ്പെട്ട കീ ആയിട്ടുള്ള ഗവൺമെന്റിന്റെ സംഭവങ്ങളെല്ലാം തിരിച്ചു പിടിച്ചു. RSFകാരും അവിടെ നിന്ന് അങ്ങോട്ട് മാറിപ്പോയി. നിങ്ങൾ മനസ്സിലാക്കണേ, RSF എന്ന് പറയുന്നത് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്ന സുന്നി മുസ്ലിങ്ങളാണ്. അവിടുത്തെ ആർമി, അവിടെയുള്ള ജനങ്ങളെന്ന് പറയുന്നത് അവിടെയുള്ള എത്നിക്കായിട്ടുള്ള സുഡനീസ് കമ്മ്യൂണിറ്റിയാണ്. അത് കറുത്തവർക്കാരായ കമ്മ്യൂണിറ്റി. ഈ വന്നത് ഈ അവിടെയുള്ള വലിയൊരു ജനവിഭാഗം എന്ന് പറയുന്നത് RSFനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവർ കാരണം മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്ന സുന്നി വിഭാഗക്കാരാണ്. അപ്പൊ അവരെ നേരത്തെ വന്ന് അവിടെ ഉള്ളവർ വന്നിട്ട് അവിടെ എത്നിക്കായിട്ടുള്ളവരെ കൺവേർട്ട് ചെയ്തു. അതിനകത്ത് കുറച്ച് പേര് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അവർ പ്രത്യേക രാജ്യമായിട്ട് സൗത്ത് സുഡാൻ എന്നും പറഞ്ഞു പോയി. അതിന് ചരിത്രമായ സംഭവം. ഇത് ഒരു 100 വർഷം പഴക്കമുള്ള ചരിത്രമൊന്നുമല്ല. ഈ 1.5 ലക്ഷം പേര് കൊല്ലപ്പെട്ടിട്ട് കേരളത്തിലോ ആരും ദുആയും നടത്തിയില്ല, ആരും പ്രാർത്ഥനയും നടത്തിയില്ല. 2 സുന്നികളാണ് കിടന്ന് അടിച്ചത്. അവസാനം അമേരിക്ക കയറി ഇടപെട്ടു. മര്യാദയ്ക്ക് കാര്യങ്ങൾ ഓരോന്നായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില രാജ്യങ്ങളുണ്ട്. അതായത് RSF എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു നേരത്തെ, അവർ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നവർ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് UAE. അവർക്ക് പണം, വെപ്പൺസ് കൊടുക്കുന്നു, സൗദി കൊടുക്കുന്നു, സൈഡിൽ കൂടെ ഖത്തർ സഹായിക്കുന്നു. അതിൻ്റെയൊക്കെ എക്കണോമിക് ഇൻട്രസ്റ്റ് ഉണ്ട്. അമേരിക്കൻ ഗവൺമെന്റും അതിനെ കയറി ഇടപെട്ടു. അവരോട് പറഞ്ഞു RSFന് സപ്പോർട്ട് കൊടുക്കരുത്, അവിടെയുള്ള സർക്കാർ പട്ടാളം അധികാരത്തിൽ വരട്ടെ, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. അതിൻ്റെ പേരിലാണ് മിലിറ്ററി ഈ സംഭവം റീക്യാപ്ചർ ചെയ്യുന്നത്. നമുക്ക് അടുത്ത കാലത്ത് സുഡാനിലെ ഒരു ചരിത്രത്തിലോട്ട് പോകാം. 2019 വരെ അവിടെ അൽ ബഷാർ എന്ന് പറഞ്ഞ ആളാണ് ഭരിച്ചുകൊണ്ടിരുന്നത് പ്രസിഡന്റായിട്ട്. അപ്പൊ ആ ബഷാർ എന്ന് പറഞ്ഞ ആ പ്രസിഡന്റ് ബേസിക്കലി ഇസ്ലാമിക റിഫോംസ് കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പം നിങ്ങളിപ്പോൾ ശരിയ ലോ ഒക്കെ ഉള്ള രാജ്യമാണിത്. ശക്തമായ ഇസ്ലാമിക ലോ ഉള്ള ഒരു രാജ്യമാണ് ഈ സുഡാൻ. അപ്പം അതിനകത്ത് റിഫോംസ് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പം അവിടുത്തെ ടെറിറ്റോറിയൽ ആർമി അയാളെ തെറിപ്പിച്ചു. ഒരു ദൂരകരം അവർ ഭരണം പിടിച്ചെടുത്തിട്ട് ശരിക്കുമുള്ള ഇസ്ലാമിക ലോയിലോട്ട് തിരിച്ചു വരാൻ ആഗ്രഹിച്ചു. ഇതേ രാജ്യത്ത് തന്നെയാണ് ഒസാമ ബിൻ ലാഡനെ വളർത്തിയതും. അവിടെ നിന്നാണ് അയാൾ അഫ്ഗാനിസ്ഥാനിലോട്ട് പോകുന്നത്. അതൊക്കെ നിങ്ങൾ മറക്കരുത്. കാരണം ശക്തമായ വഹാബി സംഭവങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമായിരുന്നു. പക്ഷെ ഇപ്പോഴവിടെ ഉണ്ടായിരുന്ന പട്ടാളത്തിന്റെ മേധാവി അയാളെയും തെറിപ്പിച്ചിട്ട് പറഞ്ഞു അവിടെ ഇസ്ലാമിക ലോ തിരിച്ചു കൊണ്ടുവരുന്നില്ല, അവിടെ മോഡേണൈസ് ചെയ്ത് പുതിയൊരു രാജ്യമായിട്ട് ജനാധിപത്യ രീതിയിൽ ഒരു ട്രാൻസിഷൻ ഗവൺമെന്റ് ആയിട്ടാണ് അദ്ദേഹം ഭരിക്കുന്നത്. ജനാധിപത്യം നടന്നു കഴിയുമ്പോൾ അദ്ദേഹം മാറും. അയാളെ ആരാ പിന്തുണച്ചത്? ഈജിപ്റ്റ്. കാരണം തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം. ഇപ്പുറത്തെ RSFനെ ആരാ പിന്തുണയ്ക്കുന്നത്? UAE, സൗദി, പിന്നെ ഇടയ്ക്കൂടെ ഖത്തർ. മനസ്സിലാക്കുക ഗെയിം. എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങൾക്ക് ഇതിനോടുള്ള താല്പര്യം? സുഡാനെ അറിയപ്പെടുന്നത് ആഫ്രിക്കയുടെ ഫുഡ് ബാസ്ക്കറ്റ് എന്ന്. എന്താ കാര്യം? അവരുടെ നൈൽ നദി, വൈറ്റ് നൈലും ബ്ലൂ നൈലും സുഡാനിൽ വെച്ച് യോജിച്ചിട്ട് ഈജിപ്തിലോട്ട് പോവുകയാണ്. ഇപ്പൊ ഇവിടെയുള്ള പല സ്ഥലങ്ങളും പാട്ടത്തിനെടുത്തിരിക്കുകയാണ് UAE, മറ്റു പല അറേബ്യൻ രാജ്യങ്ങളും കൃഷി ചെയ്യാൻ. അതിൻ്റെ കൂടെ അവിടെയുള്ള മൈൻസ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക,
ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് ഉള്ള രാജ്യമാണ് ഈ സുഡാൻ എന്ന് പറയുന്ന സ്ഥലം. അപ്പം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ അതിൻ്റെ സെക്യൂരിറ്റിക്ക് ആയിട്ടാണ് ഈ RSF, ഈ റാപ്പിഡ് സെക്യൂരിറ്റി ഫോഴ്സ്, അവരെ കയറി ഇവർ സഹായം ചെയ്തു. ഇവിടെയാണ് അടി പൊട്ടുന്നത്. കാരണം പുതിയ വന്ന സുഡാന്റെ ആർമി ചീഫിന് അവിടെ ഇസ്ലാമിക രാജ്യം വേണ്ട, ജനാധിപത്യ രാജ്യം മതി. പക്ഷെ അവരെ പിന്തുണയ്ക്കുന്ന മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളെ പിന്തുണയുള്ള RSFന്റെ ചീഫിന് അത് ഇസ്ലാമിക രാജ്യമാക്കണം. അടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. 1.5 ലക്ഷം പേരങ്ങ് തീർന്നു. 1.5 ലക്ഷം പേര്, കേരളത്തിലെ സുഡാപ്പികൾ 1.5 ലക്ഷം പേര് സ്റ്റാർവേഷനും പട്ടിണിയും ബോംബിങ്ങും വെടിവെപ്പും അങ്ങ് തീർന്നു. ഇതാണ് എക്സാക്റ്റ് ആയിട്ട് ജനസൈഡ് എന്ന് പറയുന്നത്. പിന്നെയും നമ്മൾ മനസ്സിലാക്കുക, എവിടെയാണ് അമേരിക്ക കയറി ഇടപെട്ടത്? ഈ അമേരിക്ക കയറി വ്യക്തമായിട്ട് ട്രംപ് വരുന്നത്, ബൈഡൻ തന്നെ കയറി ഇടപെട്ടു. ഈ പറയുന്ന UAE-യോടും ഈ രാജ്യങ്ങളോടൊക്കെ പറഞ്ഞു RSF കൊടുക്കുന്ന പിന്തുണ പൂർണ്ണമായിട്ടും മാറ്റുക. കാരണം ഈജിപ്തിന് താല്പര്യമുള്ള രാജ്യമാണ് സുഡാൻ. പിന്നെ ലോകത്തിലെ പ്രശസ്തമായ കപ്പൽ ചാൽ അതിൻ്റെ സൈഡിൽ കൂടാണ് പോകുന്നത്. അതെല്ലാം ട്രാൻസ്പോർട്ടേഷനെ ബാധിക്കുകയും ചെയ്തു. കാരണം ഒരിടത്ത് സൂയസ് കനാൽ, ഇപ്പുറത്തേത്. അപ്പം അമേരിക്ക ഇൻട്രസ്റ്റ് കയറി. കാരണം ഇത് പോവുകയാണെങ്കിൽ സപ്ലൈ ചെയിൻ മുടങ്ങും. അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കരുത്. ഇത് അവിടെ ഇപ്പോൾ ഭരിക്കുന്നവർ കയറി അത് ഭരിക്കട്ടെ, അതിനുശേഷം എലക്ഷൻ ഉണ്ടാകട്ടെ. ഈജിപ്റ്റ് അവിടുത്തെ ആർമി ചീഫിനെ സാമ്പത്തികമായിട്ടും വെപ്പൺസും കൊടുത്ത് സഹായിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇത് തിരിച്ചു പിടിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഗെയിം പ്ലാൻ ഇവിടെ കിട്ടിയല്ലോ. എന്താണ് ഈ അറേബ്യൻ രാജ്യങ്ങൾക്ക് ഇവരോടുള്ള താല്പര്യം? അവിടുത്തെ ഗോൾഡ് മൈൻ തന്നെയാണ്, ഫോസ്ഫേറ്റ്, മാംഗനീസ്, ക്രോമിയം. ഇത് നോക്ക്, അതിൻ്റെ ഗ്രാഫിക്സിൽ നിങ്ങൾക്ക് കാണാം. ഏറ്റവും റിച്ച് ആയിട്ടുള്ള സ്ഥലം. പക്ഷെ ഇസ്ലാമിക് ലോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് പുരോഗമനം ഉണ്ടായില്ല. എല്ലാ രീതിയിലും തടസ്സം. ഓരോ നാട്ടുരാജ്യങ്ങളും ഓരോ ആൾക്കാരും കിടന്നൊക്കെ വേണോ, അവരും തമ്മിലടിയായി. അത് ഞാനീ പറയുന്നത് നിങ്ങൾ മുസ്ലിംസിനെ ഒറ്റപ്പെടുത്തി പറയുമല്ല. സുഡാനാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ക്ലാസിക് എക്സാമ്പിൾ. അവിടെ എന്താ ഇല്ലാത്തത്? നൈല് 2 സൈഡും ഫലപുഷ്ടമായ സ്ഥലം. അതുകൊണ്ടാണ് അതിൻ്റെ ഫുഡ് ബാസ്ക്കറ്റ് ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്നത്. കൃഷി പോലും ചെയ്യാൻ പറ്റത്തില്ല. ഇഷ്ടം പോലെ സീ സൈഡുണ്ട്. പിന്നെ ഇഷ്ടം പോലെ മിനറൽസ്, റയറത്താണെങ്കിലും അവിടുത്തെയുള്ള മിനറൽസിൻ്റെ ഡിപ്പോസിറ്റ് പല രാജ്യങ്ങളിങ്ങനെ നോക്കി വെച്ചേക്കുക. പക്ഷെ അവിടുന്ന് ഇന്ന് വരെ അമേരിക്ക ഇടപെട്ടില്ല. അത് താല്പര്യമുള്ള രാജ്യങ്ങളായിരുന്നു മിഡിൽ ഈസ്റ്റ്. അവരവിടെ ഇടപെട്ട് അതിനെ അങ്ങ് കുളവാക്കി. നിങ്ങൾ ഈ ഗൾഫിൽ ഈ ഗോൾഡൊക്കെ വരുന്നതിൻ്റെ വലിയൊരു ശതമാനം വരുന്നത് ഈ സുഡാനിൽ നിന്നാണ് വരുന്നത്. അതായത് രക്തത്തിൽ കൂടെയുള്ള സംഭവമാണ് വെടിവെപ്പും കൊലപാതകവും ബോംബിങ്ങും. ഇതിൻ്റെ അകത്ത് കാരണം എന്താ? ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാരണം ഉറപ്പായിട്ട് ഇസ്ലാമിക് ലോ തന്നെയായിരുന്നു. അവിടെ ജനാധിപത്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും ആൾക്കാർ കൊല്ലപ്പെടൂ. ഒരു സൈഡ് മുഴുവനും കൊന്നിട്ടേക്കുക. അതായത് അതിരൂക്ഷമായ, അതായത് വെടി മർഡർ എന്ന് പറയുന്ന സംഭവം നടന്ന സ്ഥലമാണ് ഈ അടുത്തിടയ്ക്ക് സുഡാൻ. സിറ്റികൾ അടിച്ച് പൊളിക്കുന്നു, പാലസ്, എയർപോർട്ട് നാശമാക്കി കൊടുത്തു. 2 കൂട്ടർ, 2 പേര് സുന്നികൾ, 2 പേര് ഇസ്ലാമിക് വിശ്വാസത്തിലുള്ളവർ. അതിനകത്ത് ആർമി ചീഫ് മാത്രം അത് മാറി. അവസാനം അയാൾ അവിടെ വിജയിച്ചത് ഏകദേശം സുഡാൻ മുഴുവനും ഇപ്പോൾ അയാളെ പിടിച്ചു വെക്കും. ഈ RSFനെ ഏകദേശം പൂർണ്ണമായിട്ട് തൊലച്ച് കളയും. കാരണം ഈജിപ്തിനെ കൊണ്ട് അമേരിക്ക ഇന്റർവ്യൂൻ ചെയ്തേക്കുകയാണ്. ഇവിടെയാണ് ഈജിപ്തിന്റെ സാറ്റിസ്ഫാക്ഷൻ അമേരിക്ക ട്രംപ് നടത്തി കൊടുത്തത്. അതുകൊണ്ടാണ് ഈജിപ്തിന് അമേരിക്കയോട് പിണങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈജിപ്ത് പറഞ്ഞ് അയാൾ കൊണ്ടുപോയിക്കണം. ഇതാണ് സിമ്പിൾ. ഇതൊക്കെയാണ് ജിയോ പൊളിറ്റിക്സിനകത്ത് പലതും നടക്കുന്ന ബാക്ക്ഡോർ ടോക്സ്. ഇതിനകത്ത് അമേരിക്ക ഇടപെട്ടില്ലായിരുന്നു ഈ 1.5 എന്ന് പറയുന്നത് 3 ലക്ഷം 4 ലക്ഷം ആൾക്കാർ കൊല്ലപ്പെട്ടേനെ. ആഹാരം പോലും വിതരണം ചെയ്യാൻ ഇന്റർനാഷണൽ ഏജൻസിക്ക് കഴിയുന്നില്ല. അവരെ വെടിവെച്ച് കൊല്ലുകയാണ്. ഒരാൾ പോലും പോകാൻ പോലും മടിയായി. ഈ സുഡാൻ എന്ന് പറഞ്ഞ രാജ്യം ശക്തമായിട്ട് മുന്നോട്ട് വരുവാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമിക് പവറായി മാറിയേനെ. കാരണം എല്ലാ സാധനവും ഉണ്ട്. ആഹാരമുണ്ട്, മിനറൽസ് ഉണ്ട്.
LNG ഉണ്ട്, ഗ്യാസ് ഉണ്ട്, ക്രൂഡുണ്ട്. നിങ്ങളൊരു സാധനം എടുക്കുക, അവിടെ ഇല്ലാത്ത സാധനം ഒന്നുമില്ല. അയണോർ, ലോകത്തിലെ ഏറ്റവും അയണോർ ഡിപ്പോസിറ്റ് ഉള്ള രാജ്യമാണ് ഈ സുഡാൻ. പക്ഷെ സുഡാൻ എവിടെങ്കിലും പ്രോസ്പർ ചെയ്ത് വികസിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ കാരണം കേരളത്തിലെ സുഡാപ്പികളെ അവിടെ ഇസ്ലാമിക ലോയും ഇസ്ലാമിക സംഭവമായതിൻ്റെ പേരില്ല. അവിടെയാണ് അടിയുണ്ടായത്. അവിടെ ക്രിസ്ത്യൻ ബെൽറ്റ് പൂർണ്ണമായിട്ടങ്ങ് മാറി സൗത്ത് സുഡാനായിട്ടങ്ങ് പോയി. അവിടെ ഒരു പ്രശ്നവുമില്ല. ഞാൻ ക്രിസ്ത്യാനികളെ പൊക്കി പറയുമല്ല, കാരണം അവനല്പം ബോധമെങ്കിലും ഉണ്ട്. ഇത് സ്വന്തമായിട്ട് സുന്നി അടിച്ചടിച്ചങ്ങ് പിരിഞ്ഞു. ഇതാണ് സുഡാൻ എന്ന് പറയുക. കാരണം എന്ന് പറയുന്ന രാജ്യത്തുണ്ടായത്. അതിനെ ആരെയൊക്കെ പിന്തുണ? ഈജിപ്ത് എന്ന് പറയുന്ന സുന്നി രാജ്യം മറ്റേ RB ചീഫിനെ പിന്തുണയ്ക്കുന്നു. UAE എന്ന് പറയുന്ന സുന്നി രാജ്യം, അവര് RSFനെ പിന്തുണയ്ക്കുന്നു. സൗദി അറേബ്യ അവരെ പിന്തുണയ്ക്കും. കാരണം എല്ലാം എക്കണോമിക് ഇൻട്രസ്റ്റ് ആണ്. ആ രാജ്യത്തെ നശിപ്പിച്ചു. ഇതിൻ്റെയൊക്കെ ഓരോ ഡീറ്റെയിലും ഹിസ്റ്ററിയും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഞെട്ടുന്ന വിവരമുണ്ട്. പല ആഫ്രിക്കൻ രാജ്യങ്ങളും നാശമായി പോയതിൻ്റെ കാര്യം ഈ ഇസ്ലാമിക് ലോയും ശരിയ ലോയുമാണ്. അതിവിടെ നടത്തണമെന്ന് പറയുന്ന സുഡാപ്പികൾക്കാണ് എൻ്റെ നല്ല നമസ്കാരം. കാരണം ഇവിടെ ഒക്കെ ഫെയിലിയറായി. അത് മാറ്റാൻ നോക്കുവാണ് സൗദി അറേബ്യ. കാരണം അവനും മടുത്തു. കാരണം എവിടൊക്കെയുണ്ട് ആ രാജ്യത്ത് മുഴുവൻ അശാന്തിയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ക്ലാസിക് തെളിവാണ് സ്വന്തം സുന്നികളെ അടിച്ചു കൊല്ലുക. ഇത്ര പേര് കൊല്ലപ്പെട്ടു. സ്റ്റാർവേഷൻ, പട്ടിണി, ഓരോ സംഭവങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് നോക്കുക. ആ രാജ്യത്തെ ജനങ്ങളെയും നശിപ്പിച്ചതിന് ഏറ്റവും വലിയ ഇസ്ലാമിക് ലോയും അതിൻ്റെ ഭരണപരിഷ്കാരം നോക്കുകയാണെങ്കിൽ ക്ലാസിക് എക്സാമ്പിളാണ് സുഡാൻ. അപ്പോൾ സുഡാനെ ഓർത്ത് നിങ്ങളൊന്നും കരയുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ സേവ് സുഡാൻ എന്ന് പറഞ്ഞ് നടക്കാത്തത്? എന്തുകൊണ്ട് നടക്കുന്നില്ല? എന്നിട്ട് ഇസ്ലാമിക രാജ്യങ്ങൾ നോക്കിയിട്ട് അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റിയോ? ഫൈനലി അമേരിക്കയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. 2 കൂട്ടരെ വിളിച്ച് താക്കീത് കൊടുത്തു. അമേരിക്ക ഡയറക്റ്റ് വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് RSF അങ്ങ് മാറിപ്പോയി. എൻ്റെ അഭിപ്രായത്തിൽ പാവം പിടിച്ച ജനങ്ങളാണ്. ഇവരെ മതത്തിൻ്റെയും ജാതിയുടെയും ഇതേപോലെ ഇസ്ലാമിൻ്റെ ഒക്കെ പേരിന് കൊല്ലാൻ നടക്കുന്ന, സമ്പത്തിൻ്റെ പേരിൽ കൊല്ലാൻ നടക്കുന്നവരെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഇവിടെ അമേരിക്ക ഇടപെട്ടിട്ടേ ഇല്ല. ഇവിടെ ഇടപെട്ടേക്കുന്ന എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളാണ്. അവസാനം അവൻ തമ്മിൽ അടിയും ബഹളവുമായി. അൾട്ടിമേറ്റ്ലി മനുഷ്യൻ കൊല്ലപ്പെട്ടു. അതാണ് സുഡാനിൽ നടന്ന ഏറ്റവും വലിയ ഇസ്ലാമിക വിപ്ലവം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, Google Pay, UPIയുടെ ചില ലിമിറ്റ്. അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് ആയിട്ട് തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് ഇത് സംഭവിച്ചത്? മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടക്കും ഇതിനെ.
തോലച്ചകളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി. നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.